ഉണ്ടായത്. കീബോർഡ് ആർട്ട് ചെയ്ത് നമ്മളത് ഓക്സിജൻ ആയിട്ടുള്ള സമ്പർക്കം വരാതിരിക്കാനായിട്ട് നമ്മൾ അതിനെ ഒരു ഗ്ലാസ് ഫ്രെയിമിനകത്ത് ആക്കിയാൽ പോലും ഇത് കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് ഫെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളിത് ഫെയ്ഡ് ആവില്ല എന്ന് പറഞ്ഞൊരു കസ്റ്റമർക്ക് കൊടുത്തു വിട്ട് അത് ഫെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്ത അത് മൊത്തത്തിൽ നമ്മുടെ ആർട്ടിനെ ബാധിക്കുന്നതാണ്. പിന്നെ ടീ പൗഡർ ഫെയ്ഡ് ആവാതെ പ്രിസർവ് ചെയ്യാൻ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അവർ ഈ വീഡിയോക്ക് കമന്റ് ചെയ്യണം. അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ വേണ്ടേ? നമ്മളിത് എങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത്? ഞാൻ ഒരുപാട് വർക്ക് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ പൗഡർ വർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ള ക്യാമറ വെച്ച് ഒരു റോ ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്യും. ഈ റോ ഇമേജിനെ ഫോട്ടോഷോപ്പിലിട്ട് നമ്മൾ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് ഒരു ഡീറ്റെയിലിംഗ് മിസ്സാവാതെ നമ്മൾ ഇത് ഫോട്ടോ പ്രിന്റോ UV പ്രിന്റോ അതേപോലെ ലേസർ പ്രിന്റ് ഔട്ടോ എടുക്കുന്നതാണ്. A to സൈസ് വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് UV പ്രിന്റോ ഫോട്ടോ പ്രിന്റോ ആണ് എടുക്കാൻ പറ്റുക. ചെറുതാണെങ്കിൽ നമുക്ക് ലേസർ പ്രിന്റ് എടുക്കാം, ചെറിയ ഫോട്ടോ പ്രിന്റ് എടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ എങ്കിലും A4 ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ടീ പൗഡർ ആർട്ടിന് A3 അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടുള്ള ഫ്രെയിംസ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്.